ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഇന്ത്യയിലെ വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ഡിഗ്രിയിൽ ഒന്നാണ്. എന്നാൽ 2025 എയിം ഓട്ടോമേഷൻ മുമ്പത്തേക്കാൾ വേഗത്തിൽ മുന്നേറുമ്പോൾ ഈ ഒരു കോഴ്സ് ഇപ്പോൾ പഠിക്കുന്നത് വോത്താണോ? ഇനി വരും കാലഘട്ടത്തിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്ക് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുമോ? ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലും അബ്രോഡിലും നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി എത്രയായിരിക്കും? ഇതെല്ലാം നമുക്കിന്ന് നോക്കാം. യെസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈസ് ഓട്ടോമേറ്റിംഗ് മെനി ടാസ്ക്. എന്നാൽ എയ്ക്ക് ട്രെയിൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഡിസൈൻ ചെയ്യാനും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സിന് ആവശ്യമാണ്. ഇന്ത്യയിലെ ടെക് ഇൻഡസ്ട്രി 2030 $350 ബില്യൺ ഗ്രോ ചെയ്യാമാണ്. എന്നാൽ അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കാൻ പോകുന്നതും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, സൈബർ സെക്യൂരിറ്റി, ബ്ലോക്ക് ചെയിൻ പോലെയുള്ള മേഖലകളിൽ ജോലികൾ കുറയുന്നില്ല, മറിച്ച് അവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കുകയാണ്. ബേസിക് കോഡിങ്ങിൽ നിന്നും ഇൻ്റഗ്രേഷനിലോട്ട് ഇപ്പോൾ ഡിമാൻഡ് ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. ദിസ് മീൻസ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഈസ് ഇൻ ഡൈങ്, ഇറ്റ്സ് ഇവോൾവിംഗ്. ടെക്നോളജീസ് അഡാപ്റ്റ് ചെയ്ത ഗ്രാജുവേറ്റ്സ് വിൽ ഹാവ് മോർ ഓപ്പർച്യൂണിറ്റീസ് ദാൻ എവർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ റെലവൻ്റ് ആയി നിൽക്കാൻ വേണ്ടി ഫോക്കസ് ഓൺ കോർ കമ്പ്യൂട്ടർ സയൻസ് ഫണ്ടമെന്റൽസ് പ്ലസ് റിലേറ്റഡ് സ്കിൽസ് ലൈക്ക് ഡാറ്റാ സയൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ഓട്ടോമേഷൻ ടൂൾസ്. പല സ്റ്റുഡൻസ് വിചാരിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മാത്രം ആവാൻ സാധിക്കുള്ളൂ എന്നാണ്. എന്നാൽ ഈ ഒരു മേഖല മച്ച് ബിഗർ ആണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യു ക്യാൻ ബിക്കം എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഓർ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ. You can become a data scientist or machine learning engineer, or else you can become a artificial intelligence and machine learning researcher, cyber security analyst, cloud solution architect, പിന്നെ ടെക് കമ്പനീസിൽ പ്രൊഡക്റ്റ് മാനേജർ ആവാൻ സാധിക്കും. ആൻഡ് യെസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിൽ ഡെഫിനറ്റ്ലി റീപ്ലേസ് റിപ്പീറ്റഡ് ജോബ്സ്. എന്നാൽ നിങ്ങൾക്ക് പ്രോംപ്റ്റ് എഞ്ചിനീയർ, എത്തിക്സ് സ്പെഷ്യലിസ്റ്റ് ആൻഡ് ഓട്ടോമേഷൻ സ്ട്രാറ്റജിസ്റ്റ് പോലെയുള്ള അനേകം ജോബ് ഓപ്പർച്യൂണിറ്റീസും ക്രിയേറ്റ് ചെയ്യും. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് 4 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ഇത് പഠിച്ചു തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി എത്രയാണ് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ആവറേജ് ഫ്രഷ് ഗ്രാജുവേറ്റ്സിന് ഒരു വർഷം ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് 4 മുതൽ 8 ലക്ഷം രൂപ വരെയാണ്. എന്നാൽ നിങ്ങൾ ടോപ്പ് കമ്പനീസിൽ വർക്ക് ആണെങ്കിൽ യു ക്യാൻ ഏൺ അറൌണ്ട് 15 to 40 lakhs പെർ ഇയർ. ഇനി അബ്രോഡിൽ കാനഡയിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഏൺ അറൌണ്ട് 40 to 60 lakhs പെർ ഇയർ. യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ യു ക്യാൻ ഏൺ അറൌണ്ട് 80 to 90 lakhs പെർ ഇയർ. ഇനി US മിഡ് ലെവൽ ജോബ് റോൾസിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം 70 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഹൈ സാലറി ലഭിക്കാൻ നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലോ ഡാറ്റ എഞ്ചിനീയറിംഗിലോ സൈബർ സെക്യൂരിറ്റിയിലോ ഒരു സ്പെഷ്യലൈസേഷൻ തീർച്ചയായിട്ടും എടുക്കുക. പിന്നെ ജോലി നോക്കുമ്പോൾ ടോപ്പ് ടയർ 1 കമ്പനീസിൽ അല്ലെങ്കിൽ ഗ്ലോബൽ ടെക് ഫേംസ് ടാർഗറ്റ് ചെയ്യുക. പിന്നെ റിയൽ വേൾഡ് പ്രോജക്ട്സിൽ വർക്ക് ചെയ്യുക. നിങ്ങൾ അല്ലെങ്കിൽ ഡാറ്റ റിലേറ്റഡ് വർക്ക്സ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഡെഫിനറ്റ്ലി ഏൺ മോർ ദാൻ എനിവൺ എൽസ്, എസ്പെഷ്യലി ഇൻ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസ്. സോ ഇൻ 2025, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ഷുഡ് ഓഫേഴ്സ് യു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആസ് കോർ സബ്ജക്ട്സ്. ഇൻഡസ്ട്രി ടൈപ്സ് ഉണ്ടാകണം. AWS, ഗൂഗിൾ ക്ലൗഡ് പോലെയുള്ള ക്ലൗഡ് പ്ലാറ്റ്ഫോംസിൽ എക്സ്പോഷർ ഉണ്ടാകണം. അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആക്സസ് ചെയ്യാനുള്ള റീസെർച്ച് ലാബ് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളൊരു കോളേജിലേക്ക് എൻറോൾ ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കുക, ML, ഡാറ്റാ സയൻസ് പോലെയുള്ള കോഴ്സുകൾ സിലബസിൽ ഇൻക്ലൂഡഡ് ആണോ, അത് ആഡ് ഓൺ ആയിട്ട് പഠിക്കണോ? പിന്നെ ക്യാമ്പസിൽ വന്ന് റിക്രൂട്ട് ചെയ്ത കമ്പനീസ് ഏതാണെന്ന് അന്വേഷിക്കുക. പിന്നെ ഏതൊക്കെ കമ്പനീസിലാണ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് കൂടി ഒന്ന് ചോദിക്കുക. എനിക്കറിയാം ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ തൊഴിലവസരങ്ങൾ തട്ടിയെടുക്കുമോ. ബട്ട് ദ ആക്ച്വൽ ട്രൂത്ത് ഈസ് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കരിയർ ഉണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് യുവർ കരിയർ ബൂസ്റ്റർ, നോട്ട് യുവർ റീപ്ലേസ്മെന്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കോഴ്സ് ചൂസ് ചെയ്യണോ എന്നോർത്തിട്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഏതൊക്കെ സ്പെഷ്യലൈസേഷൻ ഈ കോഴ്സിൻ്റെ കൂടെ എടുക്കാൻ പറ്റും എന്നുള്ളൊരു ഗൈഡൻസ് വേണമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കോൺടാക്ട് മീ അറ്റ് ദിസ് നമ്പർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മോർ എഡ്യൂക്കേഷണൽ കണ്ടന്റ്സ് ലൈക്ക് ദിസ്. താങ്ക് യു.